അക്ഷരം അതാണ്. വിലാപയാത്രയ്ക്ക് വേണ്ടിയുള്ള വാഹനം അവിടേക്ക് എത്തുകയാണ്. ജനനായകന് വിട എന്നുള്ളതാണ് ആ വാഹനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുഷ്പാലങ്കൃതമാണ്. VS നടന്ന വഴികൾ എന്നുള്ളത് എത്രത്തോളം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം പോരാടിയ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്തിനോടൊക്കെ പടവെട്ടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാമൂഹ്യ സ്വാതന്ത്ര്യം, ജനാധിപത്യം, അവകാശങ്ങൾ നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കേണ്ട നിമിഷം കൂടിയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് VS ഓർമ്മയാകുമ്പോൾ സംഭവിക്കുന്നത് എന്നെല്ലാവരും അനുസ്മരിക്കുകയാണ്. സാമൂഹ്യനീതി എന്നൊന്ന് നമുക്ക് ഇന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നതിൻ്റെ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന ഒരു പോരാളിയെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ദർബാർ ഹാളിൽ നിന്ന്. രാഹുൽ, VSന്റെ അന്ത്യയാത്രയ്ക്കുള്ള വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്രയാണ്. പോകുന്ന ഇടങ്ങളിൽ പലയിടങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടും എന്നതിൽ സംശയമില്ല. പാർട്ടിയുടെ സംഘടനാശേഷി എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ആദർശത്തിലൂന്നിയ VSനെ കണ്ടു വളർന്ന അണികളുടെ മഹാസമുദ്രമുണ്ട് കേരളത്തിൽ. എത്രത്തോളമാണ് തയ്യാറെടുപ്പുകൾ? അത് അങ്ങനെ തന്നെയാണ്. അതായത് ഈ ജനകീയ പ്രതിരോധങ്ങളുടെ വേദിയിലേക്ക് VSന്റെ ആ കാർ എത്തുന്നത് കാത്ത് അന്ന് ഈ സമരം ചെയ്യുന്ന, പ്രതിഷേധം നടത്തുന്നവർക്കുമായിരുന്നു ആശ്വാസമായി. എന്ത് വാക്കുകൾ പറയുന്നു, എന്ത് തരത്തിലുള്ള പിന്തുണയാണ് നൽകുന്നത്, ഇതിൽ മാറ്റം ഉണ്ടാകുമല്ലോ എന്ന് VS എത്തിയാൽ അതിൽ മാറ്റത്തിലേക്കുള്ള ഒരു സാന്നിധ്യമാണ് VS എത്തിയിരുന്നത്. ഇപ്പോൾ ആ മനുഷ്യൻ ഒടുവിൽ യാത്ര ചെയ്യാനുള്ള വാഹനമാണ് നമ്മുടെ കൺമുന്നിലൂടെ ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. പല വാഹനങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായപ്പോൾ, മുഖ്യമന്ത്രിയായപ്പോൾ, അതിനൊക്കെ മുൻപ് പാർട്ടി പ്രവർത്തകനായിരുന്നപ്പോൾ സഞ്ചരിച്ച വാഹനങ്ങളെല്ലാം പ്രതീക്ഷയുടെ ആ നിലപാടുകളുടെയൊക്കെ ഒരു വരവായിയാണ് അണികളും ജനങ്ങളും ഒക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒടുവിൽ സഞ്ചരിക്കാനുള്ള വാഹനം KSRTC ബസ്സാണ്. അതിൽ ചിത്രം പതിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല വാക്കുകൾ എഴുതിയിട്ടുണ്ട്. പ്രിയ സഖാവിന് വിട എന്നൊരു സ്ഥലത്തുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ജനനായകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങൾക്ക് രാഹുൽ ജി നാഥും പ്രശാന്ത് കൃഷ്ണയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. VSന്റെ വിലാപയാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിന് മൃതദേഹം വഹിച്ചുകൊണ്ട് ആലപ്പുഴയിലേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ്. മൃതദേഹം വഹിക്കാനുള്ള വാഹനമടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരടക്കം അത് പരിശോധിക്കുന്നുണ്ട്. VS ഒരു വലിയ യാത്രയ്ക്ക് കൂടി ഒരുങ്ങുകയാണ്.